എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പഴുപ്പൊക്കെ കൂടി പോയിട്ടുള്ള ചെറുപഴം വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിത് അവിടെ കുറച്ച് ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് പഴുപ്പ് കുറച്ച് കൂടിപ്പോയിട്ടുള്ള പഴമാണ് കേട്ടോ, വെറുതെ കഴിക്കാനൊന്നും പറ്റില്ല. എടുത്തു വെച്ചിട്ടുള്ള പഴം തൊലി കളഞ്ഞ് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പഴമെല്ലാം ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മധുരത്തിന് ആവശ്യമായിട്ട് ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് നമുക്കിതിലേക്ക് കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഒട്ടും മധുരം ചേർക്കാതെയും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്കായ കൂടെ ചേർത്ത് കൊടുത്ത് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പോളം റവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം മാവ് ടൈറ്റ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ മാവ് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാനിതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം കൈ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് കേട്ടോ മാവിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. നമ്മൾ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മാവ് ഇതുപോലെ മുറിഞ്ഞ് വീഴണം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഉടനെ തന്നെ ചുട്ടെടുക്കാം. അതിനായിട്ട് ചീനച്ചട്ടിയിൽ ഞാൻ കുറച്ച് എണ്ണയൊക്കെ ചൂടാക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. തയ്യാറാക്കി വെച്ച മാവ് ഒരു സ്പൂണിൽ കോരിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. സ്പൂണിൽ നിന്ന് മാവ് പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ സ്പൂണൊന്ന് മുക്കിയെടുത്തതിന് ശേഷം മാവ് കോരി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതിപ്പോൾ ഇതാ നല്ലപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. പഴുപ്പൊക്കെ കൂടിപ്പോയിട്ടുള്ള പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്.